അയാൾക്ക് ഇങ്ങനെ എന്തായാലും പറഞ്ഞ് അതിമോഹം അത് ഇങ്ങനെ നടക്കുക തൃക്കരി മണ്ഡലത്തിൽ നടക്കുക ജയിക്കൂല. മത്സരിച്ചാൽ എങ്ങനെ ഭൂരിപക്ഷത്തിൽ ഇവിടെ UDF അൻവർ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു കഴിവുണ്ട്. സുഖമായിട്ട് BB അൻവർ ജയിക്കും. എന്തുകൊണ്ടാ സുഖമായിട്ട് ജയിക്കുന്നു പറയുന്നത്? അയാൾ നല്ലൊരു വ്യക്തിയാണ്. ഇവിടെ MLA ആയിട്ടില്ല, MLA ഒരു വികസനം ഇവിടെ ഇല്ല. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ എവിടെ പോയി വികസനം? എവിടെ പോയി എന്നില്ല, അവരോടനെ ചോദിക്കണം. രാഷ്ട്രീയം സാഹചര്യം നോക്കിയാൽ ഓൻ തന്നെ മത്സരിക്കണം, ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കുന്നു പറയുന്നത്? കാരണം രാഷ്ട്രീയം അത്ര സാഹചര്യം മോശമാണ്. സ്വതന്ത്ര സ്ഥാനത്ത് വരുന്നത് ജയിക്കേണ്ട സാധ്യതയില്ല. മാറ്റം ആവശ്യമുണ്ട്. എന്തുകൊണ്ടാ മാറ്റം ആവശ്യമുണ്ടെന്ന് പറയുന്നത് ഈ മേൽപ്പാലങ്ങൾ ഇവിടെ പിന്നെ കുരുങ്ങി കിടക്കുന്നതുകൊണ്ട് ജനങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. അതന്നെ മാറ്റത്തിന്റെ കാര്യമായി മേൽപ്പാലം വരുന്നത്. അൻവർ സാധാരണ UDFന്റെ ഭാഗത്ത് നിൽക്കുന്നതാണെങ്കിൽ അൻവർ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം മാറ്റം ആവശ്യമാണ്. ഇന്നത്തെ കേരളത്തിൽ ജനങ്ങളൊക്കെ പൊറുതിവിട്ടിരിക്കുകയാണ്. ഇവിടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ CPMന്റെ ആധിപത്യമുള്ള മണ്ഡലമാണ്. അത് വേറെ ഏത് പാർട്ടി വന്നാലും ഇവിടെ ഒരു രക്ഷയില്ല. തൃക്കരിപ്പൂർ എന്റെ മണ്ഡലമാണ്. ഞാൻ തൃക്കരിപ്പൂരാണ്. ഞാൻ ഇവിടെ കല്യാണം കഴിച്ചതാണ്. തൃക്കരിപ്പൂരിന്റെ സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അൻവർ ജയിക്കാൻ ചാൻസ് കാണുന്നുണ്ട്. അൻവറിന് ഇവിടെ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ഒരു വോട്ടൊന്നുമില്ല. UDFന്റെ ഒരു ഇതിൽ ചിലപ്പം വിജയിച്ചേക്കാന്നുള്ളൂ. മാറ്റം വേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതിൻ്റെ ടൈം കഴിഞ്ഞു ആവും തോന്നുന്നില്ല. മിക്സൊക്കെ കയറ്റി എത്ര കൊല്ലമായി, അതുപോലെ വെള്ളാപ്പ് കയറ്റി എത്ര ടൈമായി. മാറ്റം ഇല്ല, വികസനം ഇല്ല. അതുകൊണ്ട് മാറ്റം വേണം. ഒരേ ടീമിനെ വെച്ചുകൊണ്ടുന്ന കാര്യമില്ലല്ലോ. ടീം മാറി മാറി വന്നാലും മാത്രമേ വികസനങ്ങൾ കൂടി വരും. മാറ്റം ആവശ്യമാണ്. ഒരുപാട് മാറ്റങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു വികസനവും ഇല്ല. MLA കാണുന്നേ ഇല്ല ഇങ്ങോട്ട്. MLA കാണാത്തെ വരുന്നില്ല ഇങ്ങോട്ട്. വന്നാലല്ലേ മത്സരിച്ചാൽ നല്ല വിജയിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും മാറ്റങ്ങൾ വേണ്ട വരും മിക്കവാറും. അതിന്റെ വേണ്ടി വരും എന്ന് പറയുന്നത്. വേണ്ടിവരും വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചപ്പാടെല്ലാം അങ്ങനെ തന്നെ. വന്നാൽ എന്തായാലും നല്ലൊരു ഇതായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാ പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയുന്നത്? പോസിറ്റീവ്, അയാൾ എല്ലാ മേഖലയും നല്ല രീതിയിലാണ്. അൻവർ മത്സരിച്ചാൽ നല്ല വോട്ട് പിടിക്കും. ജനങ്ങൾക്ക് ഇടയിൽ കുറച്ച് നല്ല അറിയപ്പെടുന്ന ഒരാളാണ്. നമസ്കാരം, പീപ്പിൾ വോയിസ് കേരളയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കരിപ്പൂർ മണ്ഡലത്തിലാണ്. PV അൻവർ UDFന്റെ ഭാഗമായതിൽ പിന്നെ 2-3 മണ്ഡലങ്ങളാണ് സ്ഥാനാർത്ഥിത്വത്തിനായി ഉയർത്തി കാണിക്കുന്നത്. PV അൻവർ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ചാൽ ജയിച്ചു കയറുമോ എന്ന ചോദ്യമാണ് ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. ഇനി തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. UDF ജയിക്കും, സുഖമായിട്ട് ജയിക്കും. സുഖമായിട്ട് BB അൻവർ ജയിക്കും. എന്തുകൊണ്ടാ സുഖമായിട്ട് ജയിക്കുന്നു പറയുന്നത്? അയാൾ നല്ലൊരു വ്യക്തിയാണ്. UDFന് ഒരു ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. എന്തുകൊണ്ടാ ഉറപ്പായി ജയിക്കുന്നു പറയുന്നത്? ഉറപ്പായിട്ട് നല്ലൊരു വ്യക്തിയാണ് അയാള്. മറ്റേ പാർട്ടിയിൽ നിന്ന് വന്നതാണ്. അവരെ ഇത് മോശമായ ഒരു രീതിയിൽ ഇതുകൊണ്ട് വന്നതാണ്. അത് സുഖമായിട്ട് ജയിക്കും നിൽക്കുന്നെങ്കിൽ. ഇവിടെ MLA ആയിട്ടില്ല, MLA ഒരു വികസനം ഇവിടെ ഇല്ല. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ എവിടെ പോയി വികസനം? എവിടെ പോയി എന്നില്ല, അവരോടനെ ചോദിക്കണം. വികസനമില്ല, തീരെ ഇല്ല. മത്സരിച്ചാൽ എങ്ങനെ ഭൂരിപക്ഷത്തിൽ ഇവിടെ UDF അൻവർ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു കഴിവുണ്ട്. പോളിറ്റിക്സിലും എല്ലാത്തിനും നല്ലതായ ഒരു കഴിവുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും ഉറപ്പായിട്ട് ജയിക്കാൻ സാധ്യത ഉണ്ട്. ഇവിടുത്തെ വികസനമൊക്കെ എങ്ങനെയാ? ഇവിടുത്തെ നല്ലതായ ഒരു വികസനമാണ് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ. മാറ്റം ആവശ്യമാണോ അവിടെ? ഇവിടെ മരണമാറ്റം ആവശ്യമാണോ? തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരും. 101 സീറ്റോടെ UDF അധികാരത്തിൽ വരും. നിങ്ങൾ UDF അനുയായിയാണോ? അതുകൊണ്ടാണോ പറയുന്നത്? അതെ, തോക്കും. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ എന്നും LDFന്റെ സ്ഥിരം സീറ്റായത്. ഇവിടെ ഈ രാജഗോപാലനാണ് ഇപ്പോൾ നിലവിൽ MLA. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അൻവറിനെ സംബന്ധിച്ചോളം അൻവർ എന്ന് പറയുമ്പോൾ ഈ ആദ്യം LDFൽ ഉണ്ടായാളല്ലേ അൻവർ. ഇപ്പം UDFൽ പോയി. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ എന്തായാലും പറഞ്ഞ് അതിമോഹം അത് ഇങ്ങനെ നടക്കുക തൃക്കരി മണ്ഡലത്തിൽ നടക്കുക ജയിക്കൂല. ഉറപ്പാണ്. ഇവിടുത്തെ രാഷ്ട്രീയം സാഹചര്യം നോക്കിയാൽ ഓൻ തന്നെ മത്സരിക്കണം, ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കുന്നു? കാരണം രാഷ്ട്രീയം അത്ര സാഹചര്യം മോശമാണ്. ഇടതുപക്ഷത്തിന്റെ ഭരണം മോശമായത് കൊണ്ടാണ് ഇത് പറയുന്നത്. അത്ര മോശമാണ്. അത്ര മോശമാണ്. എന്തുകൊണ്ടാ മോശം എന്ന് പറയുന്നത്? എന്തുകൊണ്ട് മോശം? ഇപ്പൊ കാണുന്നത് ഈ സ്വർണ്ണക്കള്ളം മറ്റേ കട്ടിട്ടിട്ട് പോകുന്നതാണ്. നിങ്ങൾ അമ്പലത്തിന്റെ ഒരു ഇതെല്ലാം കട്ടിട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചൂടെ? എങ്ങനെയുണ്ട് ഇടതുപക്ഷത്തിന്റെ ഭരണം? വളരെ പോക്ക്. ഒന്നുമില്ല. ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭരണേ ഇല്ല. ഇവിടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ CPMന്റെ ആധിപത്യമുള്ള മണ്ഡലമാണ്. അത് വേറെ ഏത് പാർട്ടി വന്നാലും ഇവിടെ ഒരു രക്ഷയില്ല. ഇവിടെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിന് CPM ജയിക്കുന്ന സ്ഥലമാണ്. അത് PV അൻവർ അല്ല, ഇനി വേറെ ആര് വന്നാലും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ ഇവിടെ കാലങ്ങളായിട്ട് CPM ജയിച്ചു പോകുന്ന ഒരു മണ്ഡലമാണ്.
ഇവിടെ അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ ഒരു ഇതൊന്നും ആയിട്ടില്ല. ഒരു ചെറിയ 1-2 പഞ്ചായത്തിൽ കുറച്ച് UDFിൻ്റെ ഇതുണ്ടാവും. പക്ഷെ മറ്റുള്ള പഞ്ചായത്തിലൊക്കെ CPM ആണ് നല്ല ഭൂരിപക്ഷം. ഇപ്പോഴത്തെ ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ UDFിന് ഒരു മുൻതൂക്കമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ LDFിൻ്റെ ഒരു കോട്ടയാണിത്. പക്ഷെ ഇന്നത്തെ ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നോക്കുന്ന അവസരത്തിൽ UDFിൻ്റെ ഒരു ചെറിയൊരു മുൻതൂക്കമുണ്ട്. ആ വെച്ച് നോക്കുമ്പോൾ അൻവർ സാധാരണ UDFിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതാണെങ്കിൽ അൻവർ ജയിക്കാൻ സാധ്യതയുണ്ട്. കുറഞ്ഞത് ഒരു 5,000-6,000 വോട്ടെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഭരണമാറ്റം ആവശ്യമാണോ? തീർച്ചയായും ഭരണമാറ്റം ആവശ്യമാണ്. ഇന്നത്തെ കേരളത്തിൽ ജനങ്ങളൊക്കെ പൊറുതിവിട്ടിരിക്കുകയാണ് ഈ ഇന്നത്തെ ഭരണത്തിൽ. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ പിന്നെ ജനങ്ങളെ ഒരു വെല്ലുവിളിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഏത് കാര്യം എടുത്താലും പെൻഷൻ്റെ പറയുന്നത് പെൻഷൻ ഇപ്പോൾ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് കുറച്ച് കൊടുത്തിട്ട് ജനങ്ങളെ വശീകരിക്കാനുള്ളത്. അതുപോലെ പല പ്രശ്നങ്ങളും പിന്നീട് ഇപ്പം നിങ്ങൾക്ക് അറിയാം, നമ്മളെ വയനാട് നടന്ന ദുരന്തത്തിൻ്റെ അവസ്ഥയൊക്കെ അവിടെയൊക്കെ ജനങ്ങൾക്ക് എന്ത് കൊടുത്ത്? ഒന്നും കൊടുത്തില്ല. വേറെ പേപ്പറിലും TV ഇങ്ങനെ പരസ്യം കൊടുക്കുന്നതല്ലാണ്ട് ഒന്നും കൊടുത്തില്ല. അതൊക്കെ തന്നെയാണ് പലതുകൊണ്ട് ജനങ്ങൾക്ക് എതിരായിട്ടുള്ള പല പ്രവർത്തനങ്ങളുണ്ട് ഇവിടെ ചെയ്ത്. മാറ്റം നിർബന്ധമായിട്ട് ആവശ്യം. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഒരു പുരോഗതിയില്ല. എല്ലാം ഇവരെന്നെ ചെയ്യുന്നെന്ന് പറഞ്ഞാലും ചെയ്തുതരാന്ന് പറയുന്നതല്ലാണ്ട് ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല, ഒന്നും നടക്കുന്നു. അൻവറിന്റെ ആൾക്കാരൊന്നും വന്നു കഴിഞ്ഞാലൊന്നും ഇവിടെ ജയിക്കാനില്ല. ഇത് നമ്മളെ വോട്ട് തന്നെയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജയിക്കാനും ഇതൊന്നും പറ്റില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടാണ്. അപ്പോൾ മാറ്റം വേണമെന്ന് പറയുന്നത്? മാറ്റം വേണമെന്ന് പറയുന്ന ആ രീതിയിലല്ലല്ലോ. ഇവിടെ ഭരിക്കുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഭരണത്തിലാണ് നമുക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അത് ലീഗാന്ന് ഭരിക്കുന്നത്, ലീഗിന്റെ ഒത്തുകയായിട്ടില്ല. അപ്പോൾ അത്തരം രീതിയിൽ മാറ്റം വേണം. പഞ്ചായത്ത് തലത്തിൽ മാറ്റങ്ങളാണ്. മത്സരിച്ചാൽ നല്ല വിജയിക്കാൻ സാധ്യതയുണ്ട്. അതായത് നല്ലൊരു പ്രവർത്തകൻ, പ്രാസംഗികനാണ്, നല്ലൊരു പ്രവർത്തകനാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നത്? എന്തുകൊണ്ട് അയാളെ രാഷ്ട്രീയത്തില് നല്ല ഇതുണ്ട്, നല്ല പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ തൃക്കരിപ്പൂരിലെ ഇപ്പോഴത്തെ ഭരണം? മാറ്റം ആവശ്യമാണോ? ആവശ്യം തന്നെയാണ്, മാറ്റം ആവശ്യമാണ്. മാറ്റാവശ്യമാണോ? എന്തുകൊണ്ടാണ് മാറ്റാവശ്യം എന്ന് പറയുന്നത്? എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് പിന്നെ തൃക്കരിപ്പൂർ ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു മറ്റേ UDFിന്റെ ഭൂരിപക്ഷമുള്ള സ്ഥലം തന്നെയാണ്. തീർച്ചയായിട്ടും മാറ്റം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് മാറ്റം ആവശ്യം എന്ന് പറയുന്നത്? മാറ്റം ഇല്ല, വികസനമില്ല, അതുകൊണ്ട് മാറ്റം വേണം. മാറ്റം വേണം, തീർച്ചയായിട്ടും. ഇല്ല, അറിവില്ലാത്ത കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ല, ഇവിടെ മാറ്റം ആവശ്യമാണോ? മാറ്റം ആവശ്യം. പുതിയ ടീം വന്നല്ലേ? പുതിയ ടീം വന്നതിന് അതെന്തുകൊണ്ടാണ് പുതിയ ടീം വന്നെത്തിയെന്ന് പറയുന്നത്? വികസനം ഇല്ലാതുകൊണ്ട്. വികസനം ഇല്ല, ഇവിടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ വികസനം കുറവാണ്. അതുകൊണ്ട് പുതിയൊരു ടീം വന്നാലും വികസനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വികസനം അത്ര മോശമാണോ അവിടെ? മോശം വെച്ചാൽ ഇതിനെക്കാട്ടിയും ഒരേ ടീമിനെ വെച്ചുകൊണ്ടുന്ന കാര്യമില്ലല്ലോ. ടീം മാറി മാറി വന്നാലും മാത്രമേ വികസനങ്ങൾ കൂടി വരും. ആവശ്യമാണ് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ആവശ്യം. ജയിക്കാൻ UDF സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒരു പക്ഷേ ജയിച്ചേക്കാം. അതെന്തുകൊണ്ടാണ് ഒരു പക്ഷേ ജയിച്ചേക്കാം? അൻവറിന് ഇവിടെ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ഒരു വോട്ടൊന്നും ഇല്ല. UDFിന്റെ ഒരു ഇതിൽ ചിലപ്പം വിജയിച്ചേക്കാന്നേ ഉള്ളൂ. അതായത് അൻവറിന്റെ ഇതിലൊന്നും വിജയിക്കാനുള്ള ഇല്ല. UDFിന്റെ ഇത് കോട്ടയാണ്. ചിലപ്പോൾ UDFിന്റെ സ്ഥാനാർത്ഥി ആയത് നിലയ്ക്ക് ചിലപ്പോൾ ജയിച്ചേക്കും. ഇവിടെ എങ്ങനെയാ MLA വികസനങ്ങളൊക്കെ എങ്ങനെയാ? അത് മോശമല്ല, നല്ല വികസനം. അപ്പോ ഭരണ മാറ്റം ആവശ്യമുണ്ടോ അവിടെ? മാറി മാറി വരട്ടെ, അതതിന്റെ ശരി. ജനങ്ങൾക്ക് അതിനുള്ള ഇത് കിട്ടല്. മാറി മാറി വന്നാലേ ജനങ്ങൾക്ക് ഒരു ഗുണം കിട്ടല്. അല്ല ഒരാൾ തന്നെ മത്സരിച്ചാൽ ഒരാളും ജയിക്കാൻ പാടില്ലാന്നോ? മാറി മാറി 5 കൊല്ലം വളരെ LDF മാറണം. ഈ മെമ്പർ മത്സരിച്ചാൽ നല്ല വോട്ട് പിടിക്കും. എന്തുകൊണ്ട് അങ്ങനെ വോട്ട് പിടിക്കുന്നു പറയുന്നത്? ജനങ്ങൾക്ക് ഇടയിൽ കുറച്ച് നല്ല അറിയപ്പെടുന്ന ഒരാളാണ്. ഇവിടെ എങ്ങനെയുണ്ട്? ജനസേവനാണ്, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള പറ്റുന്ന ആളാണ്. ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ വികസനം എങ്ങനെയുണ്ട്? വികസനം മോശമില്ല, നല്ല വികസനം. ഒരു കാര്യമില്ല, കാര്യമില്ല. അയാൾക്ക് എന്താ, നമ്മൾക്കെന്താ അയാളെ, ജനങ്ങൾക്ക് എന്താ അയാളെ അറിയില്ല. നമുക്കറിയില്ല. ഇപ്പൊ അറിയാത്തതെന്ന് വെച്ചാൽ അറിയില്ല, നമുക്ക് രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ വല്ല അറിയില്ല അയാളെ. അറിയില്ല. ഇവിടെ മത്സരിച്ചാ തോക്കും. എന്തുകൊണ്ടാണ് തോൽക്കുന്നു പറയുന്നത്? തോക്കുന്ന തന്നെ ജനപിന്തുണ ജയിക്കില്ലേ. ജനങ്ങളല്ലേ വോട്ട് ചെയ്യണ്ട്. ജനങ്ങളില്ലാണ്ട് പിന്നെ ജനങ്ങൾ വോട്ട് ചെയ്താൽ ജയിക്കും. തോപ്പിക്കാൻ വേണ്ടി തോക്കും. തൃക്കരിപ്പൂര് ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തൃക്കരിപ്പൂർ എന്റെ മണ്ഡലമാണ്. ഞാൻ തൃക്കരിപ്പൂരാണ്. ഞാൻ ഇവിടെ കല്യാണം കഴിച്ചതാണ്. തൃക്കരിപ്പൂരിന്റെ സ്ഥിതി, ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അൻവർ ജയിക്കാൻ ചാൻസ് കാണുന്നുണ്ട്. വികസനം പൊതുവെ അങ്ങനെ ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. തൃക്കരിപ്പൂർ പണ്ടത്തെ അതേ തൃക്കരിപ്പൂർ തന്നെ ഇപ്പോൾ കാണുന്നത്. മാറ്റം ആവശ്യമാണോ? മാറ്റം ആവശ്യമാണ്. ഒരുപാട് മാറ്റങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.
വെള്ളാപ്പ്, മറ്റേ റെയിൽവേ ബ്രിഡ്ജ്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ റെയിൽവേ ഗേറ്റ് മേൽപ്പാലമില്ലാതെ അവിടെ വീർച്ചേരി ഒരു മേൽപ്പാലം തൃക്കരിപ്പൂരിയുടെ ഈ വെള്ളാപ്പുറത്തിലേക്ക് അങ്ങോട്ട് പോകുന്നത് മേൽപ്പാലം. അപ്പോൾ രണ്ടും പറഞ്ഞിട്ട് കാലങ്ങൾ എത്രയോ ആയി, ഇതുവരെ ആ ഭാഗത്തിലേക്ക് ഒരു പുരോഗതി തേക്കട എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആയിറ്റി, വെള്ളാപ്പ്, പിന്നെ ഇടയിലക്കാട്, കടപ്പുറം എല്ലാം ഈ ഭാഗത്താണ് പോകേണ്ടത്. PV അൻവർ ജയിക്കാൻ സാധ്യത കുറവാണ്. അൻവർ സാധ്യത കുറവാണ്. അതുകൊണ്ട് അങ്ങനെ പറയാം. അൻവറായിട്ട് ഇവിടെ വലിയൊരു ഈ അൻവറിൻ്റെ പാർട്ടിക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഒരാൾക്കാരുടെ വരുമ്പോൾ അതൊരു ഈ ഭാഗത്തില്ല. അവർ ഈ ഭാഗത്ത് അൻവറിൻ്റെ പാർട്ടിക്കാരില്ല. മാറ്റം ആവശ്യമുണ്ട്. റെയിൽവേ മേൽപ്പാലം വരണം. പിന്നെ എന്നാലേ തൃക്കരിപ്പൂർ വികസിക്കൂലു. ഇവിടെ തൃക്കരിപ്പൂർ കൂടെ ആരും വരുന്നില്ല. എല്ലാം എന്താണ് ആയിട്ട് തീരദേശ റോഡിലെ കൂടെ എല്ലാം പയ്യന്നൂര്, ചെറുപത്തൂരെല്ലാം പോകുന്നു. തൃക്കരിപ്പൂർ ഒരാളും വരുന്നില്ല. ഇപ്പൊ ഒന്നുമില്ല, ആൾക്കറിയില്ലല്ല. ഇവിടെ മാറ്റം ആവശ്യമാണ്. ഉണ്ട്, മാറ്റം ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് മാറ്റം ആവശ്യമുണ്ടെന്ന് പറയുന്നത്? ഈ മേൽപ്പാലങ്ങൾ ഇവിടെ കുരുങ്ങി കിടക്കുന്നതുകൊണ്ട് ജനങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. അതന്നെ മാറ്റത്തിന്റെ കാര്യമായി മേൽപ്പാലം വരണം. പാർട്ടിയുടെ കാര്യം ചോദിക്കുകയും വേണ്ട. പാർട്ടി നമുക്ക് തീരെ താല്പര്യമില്ല. പാർട്ടിക്കാരെല്ലാം തട്ടിപ്പേറാണ്. എല്ലാ പാർട്ടിക്കാരും അവരെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ നേതാക്കന്മാർക്ക്. വേറെ ആർക്കും ഒന്നുമില്ല. അല്ല, ആരെല്ലാം ഭരിക്കണമല്ലോ. അല്ല, ഭരിച്ചോട്ട് ആരും ഭരിച്ചാലും നമുക്കൊന്നും കാര്യമില്ല. അതുകൊണ്ട് എന്താ പറയാ, പാർട്ടിക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവരെ നേതാക്കന്മാർക്ക് അവർക്ക് മാത്രമേ കാര്യമുള്ളൂ. വേറെ നമ്മുടെ സാധാരണക്കാർക്ക് ഒന്നും ഒരു കാര്യമില്ല. ഇവിടെ ഇത് LDFന്റെ സ്ഥിരം സിറ്റിംഗ് സീറ്റാണ്. ഇവിടെ ഇപ്പം അൻവർ വന്നാലും ഇവിടെ ജയിക്കുന്ന മാതിരി തോന്നുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം ഇത് LDFന്റെ കോട്ടയാണ്. ഇത് പറഞ്ഞ തൃക്കരിപ്പൂര് 2-3 സ്ഥലവും UDFന് അനുകൂലമായിട്ടുള്ളൂ. ഇവിടെ ഒരു മാറ്റം ആവശ്യമാണോ? ആവശ്യമാണ്, തീർച്ചയായിട്ടും. അപ്പോൾ ജനങ്ങൾ മാറ്റി ചിന്തിക്കാൻ സാധ്യതയുണ്ടോ? അത് പറയാൻ കഴിയില്ല. ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ വെച്ചാൽ പാർട്ടി ഗ്രാമങ്ങൾ കുറെ ഉണ്ട്. അതുകൊണ്ട് എന്താന്ന് സംഭവിക്കാന്ന് യാതൊരു പിടുത്തവും ഇല്ല. ഇല്ല. അൻവർ ഏതായാലും ഇങ്ങോട്ട് വരൂല. വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. വന്ന ഒരു കൈ നോക്കാം. എന്തുകൊണ്ടാ വന്ന ഒരു കൈ നോക്കാന്ന് പറയുന്നത്? പിന്നെ തീർച്ചയായിട്ടും ജയിപ്പിക്കണല്ലോ നമുക്ക്. നമ്മ UDF അനുഭാവിയാണ്. അതുകൊണ്ട് ജയിപ്പിക്കേണ്ട എല്ലാ സജ്ജീകരണം നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ. ഇവിടെ വികസനമൊക്കെ എങ്ങനെയാ? ഇവിടെ ഒരു വികസനവും ഇല്ല. MLA കാണുന്നേ ഇല്ല ഇങ്ങോട്ട്. MLA കാണാത്തെ വരുന്നില്ല ഇങ്ങോട്ട്. വന്നാലേ അതെ നമുക്കൊരു MLA ഉണ്ടെന്ന് കാണുന്നില്ല ഇവിടെ. തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങോട്ട് വരുത്ത് കുറവാണ്. അവർ പാർട്ടി ഗ്രാമങ്ങൾ മാത്രം കളിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ പഠന അല്ലെങ്കിൽ തൃക്കരിപ്പൂര്, ഇവിടെ കൈതക്കാട്, ഇതെല്ലാം മുസ്ലിം സെൻട്രൽ ബെൽറ്റാണ്. ഇവിടെ നിന്ന് അയാൾ വരുന്ന യാതൊരു ഇതും കാണുന്നില്ല. അത് ഇവിടുത്തെ ജനങ്ങള് പിന്നെ ഇതെല്ലോ മാറ്റം വരണം. ഞങ്ങൾക്ക് ഇവിടെ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് PV അൻവറിന്റെ ടീം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? PV അൻവറിന്റെ പാർട്ടി വന്നാൽ UDF തന്നെ വരണം. UDFന്റെ ആളായിട്ട് PV അൻവറിന്റെ ടീം വന്നാല് നടക്കുമായിരിക്കും. പുതിയ ഒരു ഇതല്ലേ ഭരണം. ഭരണം മോശം തന്നെയല്ലേ. പിന്നെ ജയിക്കാൻ സാധ്യത ഉണ്ടോ? ഉണ്ടാവും. മത്സരിച്ചാൽ പരാജയപ്പെടും. എന്തുകൊണ്ടാ പരാജയപ്പെടുന്നത്? പരാജയപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ വൻ ശക്തി കേന്ദ്രമാണ്. അതിനോട് പരാജയപ്പെടും. നിങ്ങൾ ഇടതുപക്ഷ അനുയായിയാണ്. ആണ്, അതുകൊണ്ട് പരാജയപ്പെടുന്നു പറയണം. അതെ, പാർട്ടി മെമ്പർ വന്നത് അങ്ങനെയല്ല. അങ്ങനെ ഇപ്പം നമുക്കില്ല. അങ്ങനെ ഒരു കണ്ടവൻ രാഷ്ട്രീയം പറഞ്ഞിട്ട് പരാജയപ്പെടുന്നില്ല. പക്ഷെ അതിൽ എന്തായാലും പരാജയപ്പെടും. അത് സംശയമൊന്നുമില്ല. ജയിക്കില്ല. അൻവർ ഇവിടെ നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് അയാളെ അറിയില്ല. എന്നാലും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാൻ പറ്റും. അയാളിപ്പോ ഇവിടെ ഇല്ല ആളല്ല. ഇവിടെ എങ്ങനെയുണ്ട് ഭരണ മാറ്റം ആവശ്യമുണ്ടോ? ഭരണം എങ്ങനെയുണ്ട്? ഭരണം എന്തായാലും മാറ്റങ്ങൾ വേണ്ടി വരും. മിക്കവാറും അതെന്താ വേണ്ടി വരും എന്ന് പറയുന്നത്? വേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചപ്പാടെല്ലാം അങ്ങനത്തെ കൊണ്ടാ പറഞ്ഞത്. ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റട്ടെ. പക്ഷെ ഇവിടെ ഇല്ലാളല്ല. ഇവിടെ ഇല്ലാളാണെങ്കിലും ഓക്കെ. എന്തായാലും വേണ്ടി വരും. മാറ്റം വരുന്നെങ്കിൽ മാറ്റം ആണെങ്കിൽ ഇപ്പൊ എന്തായാലും അൻവർ വന്നാലും ഇപ്പൊ എന്തെങ്കിലും പറയാൻ പറ്റും. എന്തായാലും വന്നാൽ എന്തായാലും നല്ലൊരു ഇതായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാ പോസിറ്റീവ് ആയിരിക്കും പറയുന്നത്? പോസിറ്റീവ്, അയാള് എല്ലാ മേഖലയും നല്ല രീതിയിലാണ് ഇത്. എന്ന് പറഞ്ഞാല് നെഗറ്റീവായിട്ട് എങ്ങനെയും കാണാൻ കഴിയില്ല. പോസിറ്റീവായിട്ട് നല്ല നല്ല ഒരു വിജയത്തിലേക്ക് പോസിറ്റീവായിട്ട് എന്തായാലും നല്ല പെർഫെക്റ്റ് ആണ്. നല്ല ഒരു പോസിറ്റീവായിട്ട് മാറ്റം ആവശ്യമുണ്ടോ ഇവിടെ? മാറ്റം ഇപ്പം അത്യാവശ്യം ഇപ്പം നല്ല രീതിയിലായിട്ട് പോകുന്നത്. ഇനി ഇതിലും കൂടാൻ നല്ലതായിരിക്കും. മാറ്റം വേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതിൻ്റെ ടൈം കഴിഞ്ഞു. ഇനിയാവും തോന്നുന്നില്ല. മിക്സൊക്കെ കയറ്റി എത്ര കൊല്ലമായി. അതുപോലെ വെള്ളാപ്പ് കയറ്റി എത്ര ടൈമായി. ദിവസം നോമ്പ് വയ്ക്കാൻ വേണ്ടി പയ്യന്നൂരിൽ നിന്ന് നേരത്തെ വിട്ടതാണ്. ഇവിടുത്തെ ഭരണമാറ്റം ആവശ്യമുണ്ടോ? ഇവിടെ ഭരണമാറ്റം എപ്പോൾ ആവശ്യം തന്നെയാണ്. പക്ഷെ അതാവൂല. ആയിട്ടും കാര്യമില്ല നമുക്കൊന്നും.
കാരണം ഒരു വികസനം ഒന്നുകൊണ്ടൊന്നുമില്ല. പണ്ടുണ്ടായ അതേ റോഡ് തന്നെ അതേ പാലം. ഭരണമാറ്റം ആവശ്യമെന്ന് പറയുന്നത് അത് ആവൂല എന്ന് പറഞ്ഞു. രണ്ടും കൂടെ പറഞ്ഞ് പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും? രണ്ടും നിങ്ങൾ തന്നെയല്ല പറയുന്നത്. ആവശ്യം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഉപകാരമില്ല, നല്ലൊരു ഭരണം വേണം ഇവിടെ. ജനങ്ങൾക്ക് മൊത്തത്തിൽ ഉപകാരമില്ല. ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ, ഏത് ട്രെയിനിൻ്റെ ആവശ്യമായാലും അതുപോലെ മേൽപ്പാലത്തിൻ്റെ ആവശ്യം, ഇതെല്ലാം ആവശ്യം തന്നെ. പക്ഷെ അതിനൊരു ഭരണമാറ്റം ഉണ്ടായാലും ആവും നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിനെ നമുക്ക് നേരിട്ട് കണ്ടില്ലെങ്കിൽ ഈ വിഷയമെല്ലാം പണ്ട് ചെയ്യും ഒരു ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ. ഭരണമാറ്റം ആവശ്യമാണോ? ശരിക്കും മാറ്റം ആവശ്യമാണോ? മാറ്റം ആവശ്യമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് പറയാൻ പഠിക്കുന്നത്? നിങ്ങളൊന്നും ധൈര്യമില്ലാത്ത ആളുകളാണ്. രണ്ടു പക്ഷവും നമുക്ക് ആവശ്യമുള്ള ടീം തന്നെയാണ്. എന്നാ പിന്നെ 2 വർഷം എന്നാ പിന്നെ എവിടത്തെ പേരെന്നെ ഭരിച്ചോട്ടെ, മാറ്റം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പോലെ. മാറ്റം ആവശ്യമാണ്. എന്തുകൊണ്ട് ആവശ്യമെന്ന് പറയുന്നത്? വികസനം ആവശ്യമാണല്ലോ. വികസനം ആവശ്യം. വികസനം ഇല്ലേ ഇപ്പോൾ അവിടെ? വികസനം കുറവല്ലേ? ആണോ? മേൽപ്പാലം ഇല്ല. പിന്നെ അതുപോലെ മേൽപ്പാലം ഉണ്ടായാലും പിന്നെ വികസനം ഉണ്ടാവുമല്ലോ. UDFന്റെ ലേബിളിലെ ഈ PV അൻവറിന്റെ ടീം മത്സരിക്കുന്ന പറയുന്നത് എങ്ങനെയുണ്ട്? രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ കൂടുതൽ ഇല്ല. മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുണ്ടോ? അറിയില്ല. അറിയില്ല. ഇവിടെ നമുക്കൊരു പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഇവിടെ എങ്ങനെയും സ്വതന്ത്ര സ്ഥാനത്ത് വരുന്നത് ജയിക്കേണ്ട സാധ്യതയില്ല. എന്തുകൊണ്ടാ? കാരണം എന്താ, അൻവറിന് വലിയ കപ്പാസിറ്റി ഒന്നും ഇവിടെ കാണുന്നില്ല എന്നാ എന്റെ അഭിപ്രായം. UDFന്റെ കൂടെ നിന്നാൽ എന്നാലും രക്ഷപ്പെടൂല. എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തെ? അത്ര വോട്ട് ബാങ്ക് അല്ല ഇവിടെ. തോറ്റ് തുന്നം പാടും. കാരണം ഇത് LDFന്റെ സ്ഥിരം കോട്ടെ. രണ്ടാമത് തൃക്കരിപ്പൂർ നിയോജകമണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ തന്നെ കരിവള്ളൂർ ഇവിടുത്തെ സമരമുഖങ്ങളുള്ള സ്ഥലം. അതുപോലെ ഇവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് LDFന്റെ ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളം. ഇതിനെ ആര് മത്സരിച്ചാലും വിജയത്തിന്റെ വെന്നിക്കൂടി ഉറപ്പിക്കുമെന്നുള്ളത് തീർച്ച. ഓക്കെ. PV അൻവർ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോയത്. നന്ദി, നമസ്കാരം.